സുഹൃത്തെ, ഞാൻ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്, അല്ലാതെ തിരക്കഥ എഴുതിയതല്ല. ഞാൻ കഴിഞ്ഞ ഇന്നലെയും ഞാൻ ഇവിടെ വന്ന് വസ്തുനിഷ്ഠമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ആ കാര്യങ്ങൾക്കൊന്നും ഈ ചെറുപ്പക്കാരന് മറുപടി പറയാൻ കഴിയില്ല, എത്ര വിചാരിച്ചാലും കഴിയില്ല. അങ്ങനെ കഴിയാതെ വരുമ്പം ഇങ്ങനെ ഹിസ്റ്റീരിയ ബാധിച്ചതുപോലെ എന്തെങ്കിലുമൊക്കെ കിടന്ന് ഇങ്ങനെ പുലമ്പും. അങ്ങനെ വീണ്ടും വീണ്ടും പുലമ്പുകയാണ്. അതായത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് നിങ്ങൾ ഇത്രയും നേരം സംസാരിച്ചപ്പോൾ എന്തെങ്കിലും ഞാൻ പറഞ്ഞോ? നേതാവ് ഒരു അല്പനേരം നേതാവ് ഈ കമ്മിറ്റി, ഇത് പാർട്ടി കമ്മിറ്റി അല്ലേ, ഇതൊരു ചർച്ചയാണ്. പാർട്ടി കമ്മിറ്റിയിൽ പിന്നെ നേതാവ് പറഞ്ഞാൽ പിന്നെ പഞ്ചപുച്ഛമടക്കും. അങ്ങനെയൊന്നും ഇവിടെ ആരും പഞ്ചപുച്ഛമടക്കുമൊന്നുമില്ല. ഇത് പാർട്ടി കമ്മിറ്റി അല്ലേത്, ഇതൊരു ചാനലിലെ ഒരു ചർച്ചയാണ്. ഇനി ഇവിടെ നേതാവ് പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതെ അവിടെ ഇരുന്നു. ഇനി ഇത്രയേരം ഒന്നും മിണ്ടായിരുന്നേ. ഇത്രയേരം ചെറുപ്പക്കാരനല്ലേ, ഇനി ഒരുപാട് കാലം ഈ ലോകത്ത് ജീവിക്കാനുള്ളതല്ലേ. ഇത്തിരി നേരം ഒന്ന് സഹിഷ്ണുതയൊക്കെ ഒന്ന് കാണിച്ചേ. SFIക്കാരിൽ SFI നേതാവൊക്കെ ആകുമ്പോൾ അതൊക്കെ ഇത്തിരി കുറവായിരിക്കും. കാരണം അടിച്ചും ഇടിച്ചും പിന്നെ അടിച്ചമർത്തിയൊക്കെ അല്ലേ ശീലിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഇത്തിരി പ്രയാസം വരും. പക്ഷെ അത് ഒരല്പനേരം ഒന്നും മിണ്ടായിരുന്നേ നോക്കട്ടെ. ഒരല്പനേരം മിണ്ടാതിരിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഒരല്പനേരം ഒന്നും ഞാൻ നിങ്ങൾ നേതാവ് പറഞ്ഞപ്പോ ഞാൻ വല്ലതും പറഞ്ഞായിരുന്നോ? എന്റെ നേതാവേ, ഞാൻ പറഞ്ഞു കഴിയുമ്പോ പറഞ്ഞോ? ഞാൻ പറഞ്ഞു കഴിയുമ്പോ പറഞ്ഞോ? കഷ്ടം തന്നെ. ഇതാണ് SFI നേതാക്കന്മാരുടെ തനി രൂപ. ഇതാണ് അവർക്ക് ക്ഷമയെന്ന് പറഞ്ഞ സാധനം ഇല്ല. കോളേജിലായിരുന്നെങ്കിൽ ഇപ്പൊ എന്നെ പോലെ വല്ലവരും പറഞ്ഞിരുന്നെങ്കിൽ അവന്റെ 32 പല്ലു അടിച്ച് താഴെ കളഞ്ഞേനെ നിങ്ങൾ. കോളേജിലായിരുന്നെങ്കിൽ. ഈ ചാനൽ ചർച്ച ആയതുകൊണ്ട് നിങ്ങൾക്കത് പറ്റുന്നില്ല, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ സാഹചര്യ തെളിവുകളിൽ ആ ചെറുപ്പക്കാരൻ്റെ ശരീരത്തിൽ ഒരുപാട് പരിക്കുകൾ ഉണ്ടായിരുന്നു എന്നാണ്. ആ ചെറുപ്പക്കാരൻ്റെ ശരീരത്തിൽ 2 മുതൽ 3 വരെ ദിവസം പ്രായമുള്ള പരിക്കുകൾ ഉണ്ടായിരുന്നു എന്നാണ്. നേതാവേ, എങ്ങനെയാണ് ഈ മരിച്ചുപോയ ചെറുക്കൻ്റെ ശരീരത്തിൽ ഇത്ര മുറിവുകൾ ഉണ്ടായത്? നേതാവേ, ഒന്ന് പറഞ്ഞേ. അങ്ങനെ തന്നെത്താനെ അയാൾ കിടന്ന് മാന്തി പരിക്കുണ്ടാക്കിയതാണോ? ആണോ? ആ പരിക്കിന് ബെൽറ്റ് കൊണ്ടും വയർ കൊണ്ടും ഒക്കെ അടിച്ചത് നിങ്ങളുടെയൊക്കെ നേതാക്കന്മാർ പിള്ളേരല്ലേ അവിടത്തെ? അല്ലെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? എന്നിട്ട് 18-ാം തീയതി ആ ചെറുപ്പക്കാരൻ മരിച്ചിട്ട് ഈ മാർച്ച് 2-നല്ലേ നേതാവേ ഈ പ്രതികളെ കണ്ടുപിടിച്ചത്? അതിനു മുമ്പ് ആരുടെ ചിറകിനടിയിലായിരുന്നു നേതാവേ ആ പിള്ളേര്? നിങ്ങളുടെ ഈ BJPയുടെ പ്രതി പറഞ്ഞ ഗഗാറിൻ്റെയും ശശീന്ദ്രൻ്റെയും ചിറകിനടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയല്ലായിരുന്നോ ആ കൊലപാതകികളെ അവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയല്ലായിരുന്നോ? ഒരു പാവപ്പെട്ട ഞാനെന്ന ആ പയ്യൻ്റെ അച്ഛനെ പോയി ഞാൻ കണ്ടിരുന്നു. നിങ്ങൾക്കൊണ്ടൊരച്ഛൻ ഓർത്തോണം. നിങ്ങൾക്ക് നാളെ എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, നിങ്ങളുടെ അച്ഛൻ ഇരുന്ന് ദുഃഖിക്കും. ആ ദുഃഖം ആ പ്രകാശൻ്റെ ഭാര്യ ഷീജയും അനുഭവിക്കുന്നത് നേരിട്ട് കണ്ട മനുഷ്യനാണ് ഞാൻ. ഷീബ എന്ന് പറഞ്ഞ ആ സ്ത്രീ ഉണ്ടല്ലോ, പിന്നെ സിദ്ധാർത്ഥന്റെ അമ്മ, ആ സിദ്ധാർത്ഥന്റെ അമ്മയുടെ മുഖത്ത് ഇന്നൊരു വികാരവുമില്ല. അറിയാവോ നേതാവേ നിങ്ങൾക്ക്? നിങ്ങൾ മലന്നിരുന്നുകൊണ്ട് വലിയ കാര്യം പറയുന്നുണ്ടല്ലോ. അവിടെ ഒരു ചെറുക്കനെ തല്ലിക്കൊന്നിട്ട് അവരുടെ മുഖത്തൊരു വികാരവും ഇല്ല. എൻ്റെ മുമ്പിൽ ഒരു വികാരവും ഇല്ലാതിരിക്കുകയാണ് ആ സ്ത്രീ. കാരണം ആ സ്ത്രീയുടെ മകനെ 3 ദിവസം വെള്ളം പോലും കൊടുക്കാതെ കൊന്ന കാട്ടാളന്മാരാണ് നിങ്ങൾ. നിങ്ങൾ വിരൽ ചൂണ്ടിയൊന്നും എന്നെ പേടിപ്പിക്കണ്ടാവുക. ഈ വിരൽ ചൂണ്ടലൊന്നും കണ്ട് പേടിക്കുന്ന ആളൊന്നും അല്ല ഞാൻ. അത് പാർട്ടി കമ്മിറ്റി പോയി കാണിച്ചാൽ മതി വിരൽ ചൂണ്ടിയാൽ. മനസ്സിലായോ? ഇവിടെ ചാനൽ ചർച്ചയിലൊന്നും വന്ന് ചെറുപ്പക്കാരാ, എത്ര വയസ്സുണ്ട് നിങ്ങൾക്ക്?
നിങ്ങളുടെ അച്ഛന്റെ പ്രായമുണ്ട് എനിക്കറിയാമോ. ആ നിങ്ങൾ വന്ന് നിങ്ങൾ ആരെയാ നിങ്ങൾ പേടിപ്പിക്കുന്നത്? നിങ്ങൾ ആരെയായി പേടിപ്പിക്കുന്നത്? മാന്യമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മാന്യമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പാർട്ടി കമ്മിറ്റിയല്ല. പാർട്ടി കമ്മിറ്റി പോയി പറഞ്ഞാൽ മതി. ഇതൊരു ചാനൽ ചർച്ചയാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? അല്ല, ഇത് SFIയുടെ വിചാരണ കോടതിയല്ല. ഇത് SFIയുടെ വിചാരണ കോടതിയല്ല. അതൊക്കെ ആ കാലമൊക്കെ കഴിഞ്ഞുപോയി. അതൊക്കെ നിങ്ങളുടെ പാർട്ടി കമ്മിറ്റി പോയി പറഞ്ഞാൽ മതി. കൈ ചൂണ്ടുകയൊന്നും വേണ്ട. കൈ മടക്കി വെക്കവിടെ. കൈ മടക്കി വെക്ക്. കൈ ചൂണ്ടി പോയി SFI പിള്ളേരെടുത്ത് കാണിച്ചാൽ മതി. മനസ്സിലായോ? അഹങ്കാരം, ധാർഷ്ട്യം, താൻ പ്രമാണിത്വം, അഹങ്കാരം കാണിക്കുക. അഹങ്കാരം മനസ്സിലായില്ലേ? ആ മാന്യമായിട്ടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യക്തിപരമല്ല, മാന്യമായിട്ടുള്ള ഭാഷയിൽ സംസ്കാര സമ്പന്നമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് വലിയ ആളാവുന്നു. ഒരാളെ തല്ലിക്കൊന്നിട്ട്, ഒരു ചെറുപ്പക്കാരനെ തല്ലിക്കൊന്നിട്ട്, ഒരു ചെറുപ്പക്കാരനെ 3 ദിവസം പോലും ഭക്ഷണം കൊടുക്കാൻ തല്ലിക്കൊന്നിട്ട് വലിയ ആളാവുന്നു. വലിയ ആരുടെ നിങ്ങൾ ആളാവുന്നത്? ഇത് SFIയുടെ കുറെ പിള്ളേരെടുത്ത് പോയി ആളാവും നിങ്ങൾ.